സാധാരണ ഇവിടെ വരുന്ന കുട്ടികളൊക്കെ ചിലപ്പോൾ നമ്മൾ ഈ ഒരു ടൈമിൽ ഇന്റർവ്യൂ എടുക്കുമ്പോൾ മിക്ക കുട്ടികളും കുറച്ച് കഴിയുമ്പോഴേക്കും ഉറങ്ങും. അത്ര നല്ല ഇന്റർവ്യൂ. ഇന്ന് രാവിലെ ഇങ്ങനെ ഇടുന്ന കുറെ യൂട്യൂബിൽ ഇരുന്നിട്ട് കുറെ കൊച്ചു പിള്ളേര് 13 വയസ്സ് 14 വയസ്സുള്ളവര് സംരംഭ പുതിയ ബിസിനസ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് എത്ര 100 കോടി ഒരു കുട്ടി 13 വയസ്സിൽ നേടി. മറ്റേ കുട്ടി ഇത് എനിക്ക് വിശക്കുന്നുണ്ട് പക്ഷെ എനിക്ക് ബിസിനസ് ചെയ്യുന്നുണ്ട്. കരുണം എന്ന് പറയുമ്പോ എനിക്ക് ആ കുറച്ച് അതിന്റെ കരുണം കാണിക്കാൻ തോന്നുന്നില്ല. ഫ്രെഡി എപ്പോഴാണ് കാണാൻ വരുന്നേ? പറ ജോൺ, എപ്പോഴാ എന്നെ ഫ്രെഡി കാണാൻ വരുന്നേ? എപ്പോഴാ എന്നെ ഫ്രെഡി കാണാൻ? അദ്ദേഹം സ്റ്റേജിൽ വിളിച്ച് കയറ്റും എന്നുള്ള ഒരു ഇൻഫർമേഷനും നമുക്ക് ഉണ്ടായിരുന്നില്ല. സൂര്യങ്ങളുടെ സ്പീച്ചും കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ ഇരിക്കുന്നു. നാവണി കം ടു സേ ഞാൻ എന്നെ തന്നെയാണോ ഇത്? എങ്ങനെയുണ്ടായിരുന്നു ഇത്? കൈ പൊള്ളി എന്ന് പറഞ്ഞപ്പോഴേക്കും ഫ്ലാഷ് ബാക്ക് സീനിലായിരുന്നു. അതെന്തോ ഗ്യാസിനെന്തോ പ്രശ്നം പറ്റിയിട്ട് പെട്ടെന്ന് ഇങ്ങനെ ബ്ലാസ്റ്റ് ആയി. അവരിങ്ങനെ ചോദിച്ചു, അവിടുത്തെ AD വന്നതിനോട് ചോദിച്ചു ഇനിയിപ്പോൾ വേറെ കുട്ടിയെ വെക്കണോ, കുഴപ്പമുണ്ടോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഇത്രയും വരെ വന്നു, ഇനിയിപ്പോൾ ഫുള്ള് ചെയ്തിട്ട് പോകണല്ലേ നല്ലതെന്ന് ഞാൻ പറഞ്ഞു. പിന്നെ ഞാൻ ഡയറക്ടർ സാറിനെ പോയി മീറ്റ് ചെയ്തുകൊണ്ട് ഞാൻ പറഞ്ഞു ഇപ്പോൾ ഓക്കെയാണ്, എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് ഞാനൊരു സീൻ കഴിയുന്നു ഐസ് വെക്കുന്നു, ഒരു സീൻ കഴിയുന്നു ഐസ് വെക്കുന്നു. അങ്ങനെ 30% പൊള്ളി കഴിഞ്ഞു. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. English Cafe. We present you the perfect English. WhatsApp now 9633888575. ഹായ് ഹലോ, എല്ലാവർക്കും വെറൈറ്റി മീഡിയയുടെ പുതിയൊരു ചർച്ചയിലേക്ക് സ്വാഗതം. ഞാൻ മസ്താനി ആൻഡ് ദിസ് ഈസ് അവർ ഷോ മസ്തി വിത്ത് മസ്താനി. ഇന്നത്തെ എൻ്റെ ഗസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവരുടെ ഫാമിലി ഇൻ്റർവ്യൂസിന് തന്നെ ഫാൻസാണ്. ഓൾറെഡി ഫിലിംസിലും മറ്റുമൊക്കെ നിങ്ങൾ കണ്ട് ഫെമിലിയർ ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ ആളാണ് ഇന്ന് എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നത്. അഞ്ജലി ആൻഡ് ഹർ ബ്യൂട്ടിഫുൾ ഫാമിലി. ഹലോ ഹലോ ഗായ്സ്. ഹായ് ഹായ് പറഞ്ഞേ, ഒന്നുകൂടി ഹായ് പറ. ഹായ് പറഞ്ഞത്. ഹലോ ഹായ്. ഒരു ഹായ് പറയാൻ ഹായ്. എങ്ങനെ പോണു വെക്കേഷനൊക്കെ? വെക്കേഷൻ കുഴപ്പമൊന്നുമില്ല, അടിപൊളിയായിട്ട് പോകുന്നു. ആക്ച്വലി വെക്കേഷൻ ആവുന്നതിന് മുമ്പേ ഇവിടെ തായ്ലൻഡിലും അവിടെ ഇവിടെയൊക്കെ കറങ്ങാൻ പോയി. ഒരു മാസ് വെക്കേഷൻ ആയിരുന്നു ക്ലാസ് ഉള്ള സമയത്ത് തന്നെ. അപ്പൊ അതുകൊണ്ട് അതില് വെക്കേഷൻ ഓവർകം ചെയ്തു, മുങ്ങിപ്പോയി. അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഒന്നുമില്ല, ഇങ്ങനെ ഷൂട്ട്സും അതിന്റെ പ്രൊമോഷൻസ് കാര്യങ്ങള്. പിന്നെ ഇവളുടെ റെട്രോ മൂവി ഉണ്ടായിരുന്നു വീരധീര സൂരൻ, അപ്പൊ അതിന്റെയൊക്കെ ഭാഗമായിട്ട് യാത്രകളൊക്കെ ആയിരുന്നു. നമുക്ക് റെട്രോനെ കുറിച്ച് ശരിക്കും ഒരുപാട് സംസാരിക്കാനുണ്ടല്ലേ. നമുക്ക് ആവണിന്ന് സ്റ്റാർട്ട്. എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു സെക്ടർ? സൂര്യ സർ എനിക്ക് ഷൂട്ട് ആക്ച്വലി വാരണാസി വെച്ചിട്ടായിരുന്നു. ഒരു കായലിൻ്റെ നടുക്കൊരു ലേക്കൊക്കെ ഉണ്ടായിരുന്നു സൈഡിൽ. അപ്പോൾ അവിടെ ആയിരുന്നു ഷൂട്ട്. അപ്പോൾ അവിടെ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല എനിക്ക് സൂര്യാങ്കളുടെ ഒരു മൂവിയിൽ അഭിനയിക്കാൻ പറ്റുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അങ്ങനെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വീരധീര സൂര്യൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ വന്നൊരു ഫിലിമാണ് റെട്രോ. അപ്പം എനിക്ക് വളരെ സന്തോഷമുണ്ട് അതിലൊരു ഭാഗമാവാൻ പറ്റിയതിൽ. പിന്നെ സൂര്യാങ്കൾ എന്നെ വിളിച്ച് സ്റ്റേജിലൊക്കെ കയറ്റി, അതിൻ്റെയൊക്കെ ഒരു സന്തോഷം. ആ വീഡിയോസൊക്കെ എന്നെ വൈറലായിക്കൊണ്ടിരിക്കുന്നു. പിന്നെ അപ്പോഴാണ് എനിക്ക് റെട്രോയിൽ കയ്യിൽ കുറച്ച് ആക്സിഡൻ്റ് ഒക്കെ പറ്റിയത്. അപ്പം അങ്ങനെ നമുക്ക് ഇന്നലെ ആ വീഡിയോ ഒന്ന് കാണാം. എന്തൊരു ബ്യൂട്ടിഫുൾ മൊമെന്റ് ആയിരുന്നു. ഇത് കൈ പൊള്ളിയതോ? അയ്യോ,
അതായത് അദ്ദേഹം സ്റ്റേജിൽ വിളിച്ച് കയറ്റും എന്നുള്ള ഒരു ഇൻഫർമേഷനും നമുക്ക് ഉണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നു അപ്പോഴും സ്പോട്ടിൽ പെട്ടെന്ന് പുള്ളിക്ക് അത് തോന്നിയപ്പോഴായിരിക്കാം ഒരുപക്ഷെ കയറ്റിയിട്ടുണ്ടാവുക. കാരണം ഓൾറെഡി നമ്മുടെ പ്രൊഡക്ഷൻ സൈഡിൽ നിന്ന് അവൾ എന്തായാലും സ്റ്റേജിൽ കയറും എന്ന് പറഞ്ഞിരുന്നു, അപ്പൊ റെഡി ആയിട്ടിരിക്കണം. പക്ഷെ അദ്ദേഹം ഇൻസ്റ്റന്റ്ലി വിളിക്കില്ല. ഇവളും പ്രതീക്ഷയില്ല, ഇവളാകെ സ്റ്റണ്ടായി പോയിട്ട് എന്ത് ചെയ്യണമെന്നുള്ളത് മറന്നുപോയി. സ്പീച്ചും കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ ഇരിക്കുന്നു. ഇവിടെ നാവണി കം ടു സീ ഞാൻ എന്നെ തന്നെയാണോ ആകെ ഒരു എപ്രാളായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു ഇത്? കൈ പൊള്ളി എന്ന് പറഞ്ഞപ്പോഴേക്കും ആ ചിതയ്ക്ക് തീ കൊളുത്തുന്ന ഫ്ലാഷ് ബാക്ക് സീനിലായിരുന്നു. അതെന്തോ ഗ്യാസിനെന്തോ പ്രശ്നം പറ്റിയിട്ട് പെട്ടെന്ന് ഇങ്ങനെ ബ്ലാസ്റ്റ് ആയി. അപ്പോൾ ആ ടൈമിൽ എൻ്റെ കൈ ഫുള്ള് പൊള്ളി നാശമായിരിക്കുകയായിരുന്നു. അപ്പം അവരിങ്ങനെ ചോദിച്ചു, അവിടുത്തെ AD വന്നതിനോട് ചോദിച്ചു ഇനിയിപ്പോൾ വേറെ കുട്ടിയെ വെക്കണോ, കുഴപ്പമുണ്ടോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഇത്രയും വരെ വന്നു, ഇനിയിപ്പം ഫുള്ള് ചെയ്തിട്ട് പോകണമല്ലേ നല്ലതെന്ന് ഞാൻ പറഞ്ഞു. പിന്നെ ഞാൻ ഡയറക്ടർ സാറിനെ പോയി മീറ്റ് ചെയ്തുകൊണ്ട് ഞാൻ പറഞ്ഞു ഇപ്പോൾ ഓക്കെയാണ്, എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു സീൻ കഴിയുന്നു ഐസ് വെക്കുന്നു, ഒരു സീൻ കഴിയുന്നു ഐസ് വെക്കുന്നു, അങ്ങനെ 30% പൊള്ളി കഴിഞ്ഞിട്ട് ഫുൾ പൊള്ളി. ഇവിടെയൊക്കെ മുടിയൊക്കെ പോയി, ഫുൾ പൊള്ളലായിരുന്നു. പിന്നെ പിരികം പോയി, ചെവി വെന്തു പോലെയായി. അങ്ങനെ ഭയങ്കര നൈസ് ഡ്രസ്സും ആയിരുന്നു. അപ്പൊ എന്തോ ഒരു ഭാഗ്യമാണ് ശരിക്കും. പക്ഷേ ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ ഇപ്പൊ ആ വീഡിയോ ഒന്ന് കാണിക്കട്ടെ. ഇതില് കൈ മാത്രം കാണിക്കുന്നത്, അല്ല കൈ മാത്രല്ല കാണിക്കുന്നുണ്ട്. അതെ, നമ്മളൊരു തീപ്പെട്ടിക്കുള്ളിയുടെ പൊള്ളൽ കയറ്റാൻ തന്നെ ഒരു 10 മിനിറ്റ് നമുക്ക് സഹിക്കാൻ പറ്റില്ല. ഇവളിത് വെച്ചിട്ട് ഇവളിത് വെച്ച് എങ്ങനെ അഭിനയിച്ചു എന്നുള്ളതാണ് എന്നെ സർപ്രൈസ് ചെയ്യുന്നത്. പൊള്ളലേറ്റവും റൂമിലിരിക്കുകയാണ് ഓക്കെ. വലിയൊരു കഥയുണ്ട്, എൻ്റെ വിഷയൻസ് ഒരു കഥയുണ്ട്, അത് പറയട്ടെ. എന്നത് വെല്ലുവിളിച്ചിട്ട് പേര് സൂര്യൊക്കെ വന്നത്. അപ്പോൾ ആ സൂര്യ ആ സീനിലില്ല, സൂര്യ കാണാൻ വേണ്ടി സ്വയം കത്തിച്ച. പക്ഷെ ഞാൻ പറയാൻ വന്നത് എന്താന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ ചെറിയൊരു പൊള്ളലേറ്റാൽ പോലും നമുക്ക് സഹിക്കാൻ പറ്റില്ല. അപ്പൊ ഇത്രയും വലിയൊരു പൊള്ളലേറ്റിട്ടും അത് ആ പെയിൻ സഹിച്ചിട്ട് ആ സീൻ കംപ്ലീറ്റ് ചെയ്യാൻ കാണിച്ച ആ ഒരു കറേജിനെ സത്യം പറഞ്ഞാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ അത് മറന്നുപോയി. കാരണം ഞാൻ റൂമിൽ വന്നു ഇങ്ങനെ കൈയൊക്കെ നോക്കി ഇങ്ങനെ കരഞ്ഞോണ്ട് ഇങ്ങനെ ഇരിക്കുക. അപ്പൊ AD വന്നിട്ട് പറഞ്ഞു ഇത് സൂര്യങ്കൾ ഓൺ ദ വേ ആണ്, എങ്ങോട്ടും പോകേണ്ട അവിടെ തന്നെ ഇരുന്നോളൂ, ഷൂട്ട് കഴിഞ്ഞു. ഞാൻ റൂമിൽ വന്ന് ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യാൻ വേണ്ട ഇവിടെ തന്നെ ഇരുന്നോളൂ, ഇപ്പൊ സൂര്യങ്ങൾ. ഇപ്പം ഞാൻ സൂര്യങ്ങൾ ഞാൻ കാരണം സൂര്യങ്ങൾ വരുമോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനത് മറന്നു. ഒരു ഹാഫ് ആൻ അവറിലേക്ക് ഞാൻ മറന്നു. പിന്നെ സൂര്യങ്ങളെ കണ്ട് റൂമിൽ പോയിട്ട് സംസാരിച്ചു, കുറെ സോറിയൊക്കെ പറഞ്ഞു. അതെ, പിന്നെ പൂജ ആന്റി വന്നു, അങ്ങനെ കണ്ടു, ഫോട്ടോ എടുത്തു. അവരൊന്നും അവിടെ വരേണ്ടവരല്ല, പക്ഷെ ഇൻസിഡന്റ് അറിഞ്ഞപ്പോ അവര് വന്നു, അവളുടെ കൂടെ നിന്ന് സംസാരിച്ച് ഫോട്ടോ ഒക്കെ എടുത്തു. വേദന മറന്നു, നേരത്തെ വന്നു. അതാണ് നേരത്തെ വന്നു. ആക്ച്വലി ആ സീനില് ഈ പറഞ്ഞ പോലെ എന്താ പറയാ, സൂര്യ സാർ ഇല്ല. ഫ്ലാഷ് ബാക്ക് സീൻസ് ആണ്, അപ്പം വരേണ്ട കാര്യമില്ല. പക്ഷെ ഇൻസിഡന്റ് വന്നപ്പം ഇവള് ആഗ്രഹിച്ച പോലെ മീൻസ് കാണണം എന്നുള്ള ആഗ്രഹം മുമ്പ് കണ്ടിട്ടുണ്ട്. ഇവിടെ ഒരു എറണാകുളത്തൊരു ഫംഗ്ഷന് വന്നപ്പോൾ കണ്ടിട്ടുണ്ട്, ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്. എന്നാലും ഇങ്ങനൊരു പടത്തിൽ അഭിനയിക്കാൻ പോകണമെന്ന് പറഞ്ഞപ്പോൾ ചുമ്മാ എപ്പോഴും ഇവർ തമ്മിൽ ഇങ്ങനെ നോക്കോ ഞാൻ അങ്ങനെ പറയാവുന്ന പോലെ തന്നെ നോക്കാം, ഞാൻ സൂര്യങ്ങളെടുത്ത് പോവും, ഞാൻ കെട്ടിപ്പിടിക്കുന്നൊക്കെ പറഞ്ഞ പോലെ ഇങ്ങനൊരു ഇൻസിഡന്റ് അതിനോട് കാരണമായിന്നേ ഉള്ളൂ. വന്നു, കെട്ടിപ്പിടിക്കലും ഫോട്ടോ എടുക്കലും ഒക്കെ ആയിരുന്നു. അപ്പം ഇങ്ങനെ കളിയാക്കിയതാ, ഇതിനു വേണ്ടി എന്റെ ഇപ്പൊ കംപ്ലീറ്റ്ലി ക്യൂർ ആയി. ഓക്കെ, ഭയങ്കര ഇനി ഇത്ര സിനിമകൾ ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു മൊമെന്റ് ചിലപ്പോ കുറച്ചുകൂടി സംഭവം പെയിൻഫുൾ മൊമെന്റ് ആണെങ്കിലും എല്ലാവരുടെ അപ്രിസിയേഷൻ കുറച്ചുകൂടി ഒരു ബ്യൂട്ടിഫുൾ ആയി അല്ലെ. ചില വേദനകളൊക്കെ നല്ലതെന്ന് പറയില്ലേ. എനിക്ക് ആക്ച്വലി തീയൊക്കെ പേടിയാവും. ശരിക്കും ഫിനിക്സ് എന്ന് പറഞ്ഞ സിനിമ ചെയ്തുകൊണ്ടാണ് കേട്ടോ ഈ 2 തമിഴ് സിനിമയും കിട്ടിയത്. ഫിനിക്സിൽ ആ ഒരു ക്ലൈമാക്സ് രംഗത്തിൽ ആ ഒരു വിഷ്വല് കണ്ടിട്ടാണ് കാർത്തിക് സുബ്രാജ് അങ്കിളും പിന്നെ വീരധീര സൂര്യന്റെയും ചിത്തയുടെ ഒക്കെ ഡയറക്ടറായ അരുൺകുമാർ അത് കണ്ടിട്ടാണ് വിളിച്ചത്. അപ്പൊ ഫിനിക്സിലെ അവളുടെ ഒരു
ബേസിക് ഒരു പടം എന്ന് പറയുന്ന ഇൻഫ്ലുവൻസ് ചെയ്തത് എല്ലാവർക്കും ആ പടമാണ്. അതിൽ ആക്ടിങ്ങിനെ കുറിച്ച് എനിക്ക് തോന്നുന്നു ആ സമയത്തും ഒരുപാട് അപ്രിസിയേഷൻ ഒരുപാട് പേര് വിളിച്ചു. കാരണം ഈ പറഞ്ഞ ഗോസ്റ്റിന്റെ ഒരു രീതിയിലുള്ള സംസാരങ്ങളും ആയിരിക്കണം, ആ പ്രായം ആയിരിക്കരുത്, വലിയൊരാളുടെ പ്രായമായിരിക്കണം കയറേണ്ടത്. അപ്പൊ ഭയങ്കര മെച്ചോർഡായിട്ട് ചെയ്തെടുക്കേണ്ടത് ഒരു സീൻസ് ആയിരുന്നു. അപ്പൊ അതോടെ ഭയങ്കര നന്നായിട്ട് ചെയ്തു എന്ന് എല്ലാരും വിളിച്ചു പറഞ്ഞു. അത് കേൾക്കുമ്പോ ഒരു ഭയങ്കര അഭിമാനമാണ്. എന്താണ് പറയാനുള്ളത്? എനിക്കോ ഒരു പറയട്ടെ. ഇത്ര നേരം അവരാ സംസാരിക്കുന്നേ. അച്ഛനിങ്ങനെ പോസ്റ്റ് അടിച്ചിരിക്കുവായിരുന്നു. പറ, ചോദിക്കുക, ഞാൻ പറയാം. അപ്പൊ ഇപ്പൊ നമ്മുടെ ഈ സ്റ്റേജിൽ വിളിക്കുക അല്ലെങ്കിൽ ഇത്രയും നല്ല നല്ല അതെനിക്ക് ഭയങ്കര സീരിയസ്ലി കാരണം ഞാൻ പൊതുവേ ഞാൻ ഭയങ്കരമായിട്ട് ഇങ്ങനെ പിടിച്ച് സൂപ്പറായിട്ടുണ്ട് അങ്ങനെ ഞാൻ ചെയ്യാറില്ല. കാരണം വെച്ചാൽ അവർ വീണ്ടും 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 ഇതിന്റെ മുകളിലേക്ക് പോകണമെന്നുള്ള ആഗ്രഹിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മളിങ്ങനെ പിടിച്ച് പറയുമ്പോഴേക്കും അവർ ഞാൻ എന്തോ ആയ അങ്ങനെ തോന്നൽ വരാൻ പാടില്ല. അതിപ്പോൾ ഞാനാണെങ്കിൽ അവളാണെങ്കിൽ രണ്ടുപേർക്കും ഞാൻ അങ്ങനെ കാണിക്കാറ്. ഇത് പിന്നെ ചെറുതാണ്. അപ്പം അതുകൊണ്ട് നമുക്കത് ഭയങ്കര നമ്മളെ സുഹൃത്തിൻ്റെ അടുത്ത് എല്ലായിടത്തും നമ്മൾ പറയുമല്ലോ, അവൾ അത്രയും ഇതായിട്ട് പ്രൗഡായിട്ട് അത് കണ്ടോ എന്നൊക്കെ പറഞ്ഞാൽ ആ ഒരു സാധനം നമുക്ക് എപ്പോഴും ഉണ്ട്. ഇപ്പൊ കറന്റ് ഏത് മൂവിയിലാണ് വർക്ക് ചെയ്തോണ്ടിരിക്കുന്നത്? ഞാനിപ്പോ അശ്വിൻ ചന്ദ്രശേഖർ എന്ന് പറഞ്ഞ ഡയറക്ടറിന്റെ തെലുങ്ക് പട ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ മുരളിയേട്ടൻ എഴുതുന്ന ഒരു സിനിമയുണ്ട്, തമിഴ്നാടൻ ആര്യ നായകനായിട്ടുള്ള സിനിമ. അതിൽ മുരളിയേട്ടൻ്റെ വൈഫായിട്ട് ചെയ്തുകൊണ്ടിരിക്കണം. പിന്നെ സുരാജേട്ടനും റോഷനും കൂടെ ബ്രദേഴ്സായിട്ട് ഞാൻ അവരുടെ സിസ്റ്ററായിട്ട് ചെയ്യുന്ന ഒരു സിനിമയുണ്ട്. പിന്നെ വിഷ്ണു ഉണ്ണികൃഷ്ണന്റെ സിസ്റ്ററായിട്ട് ചെയ്യുന്ന ഒരു സിനിമയുണ്ട്. കൂടുതലും സിസ്റ്റർ അങ്ങനത്തെ ക്യാരക്ടേഴ്സ് അത് മനഃപൂർവ്വം സെലക്ട് ചെയ്യുന്നതാണോ? മനഃപൂർവ്വമായിട്ട് ആരും എനിക്ക് തരുന്നതാ. നമ്മുടെ ജോലി സിനിമ വരിക ചെയ്യാന്നുള്ളതാണല്ലോ. അപ്പൊ അതിലെ കഥാപാത്രങ്ങൾ ഒരു പരിധിയിൽ കൂടുതൽ ഞാൻ അങ്ങനെ ഞാൻ സ്ട്രെയിൻ ചെയ്യാറില്ല. അമ്മയായാലും ടീച്ചറായാലും അനിയത്തിയായാലും ചേച്ചിയായാലും ഏടത്തിയമ്മ എല്ലാം ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. അത് നമ്മളുടെ പ്രൊഫഷന്റെ ഭാഗമാണ്, നമ്മൾ ചെയ്യുന്നു. അപ്പൊ വരുന്ന ആൾക്കാർ അഞ്ജലിക്ക് എന്ത് കൊടുക്കണം തീരുമാനിക്കേണ്ടത് അവരാണല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ സെലക്ട് ചെയ്യുക, ഇത് മതി, ഇത് മാത്രം പിക്ക് ചെയ്താൽ മതി, അങ്ങനെയൊന്നും ഞാൻ ചെയ്യാറൊന്നുമില്ല. ഇല്ല. ഇപ്പൊ കറന്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം നമ്മൾ ഇങ്ങനെ സെർച്ച് ചെയ്യുന്ന സമയത്ത് കുറച്ച് ഇൻഫർമേഷൻ ഒക്കെ മിസ്സിംഗ് ആണ്. അപ്പം എത്ര സിനിമകൾ ചെയ്തു? 94-ലാണോ സ്റ്റാർട്ട് ചെയ്ത്? ഞാനിപ്പോ 36. കണ്ടോ? അതിന് ആക്ച്വലി നമ്മള് ക്ലാപ്പ് ചെയ്യണം. കാരണം പല ആൾക്കാർ ഏജ് പറയാറുണ്ട്. പല ആൾക്കാർ ഏജ് പറയാറുണ്ട്. അപ്പം 36 വയസ്സായി. 36 വയസ്സ് എന്നെ പറയോ 40 ഇല്ല. അപ്പൊ ഞാനൊരു 152ഓളം സിനിമകളായി, 152 സിനിമ ചെയ്തിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും ഇനി എനിക്ക് ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ കിട്ടിയാൽ കൊള്ളാം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. ഇനി ഇന്ന ക്യാരക്ടർ എന്നല്ല, ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. കാരണം ഏത് സിനിമ എടുത്ത് നോക്കിയാലും ചിത്ത, ബെൻ, ദൃശ്യം, പിന്നെ ഒരു 3-4 സിനിമകൾ ഒഴിച്ച് ബാക്കി എല്ലാ സിനിമയിലും ഞാൻ ഉണ്ടെങ്കിലും കുഴപ്പമില്ല, ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ള ക്യാരക്ടേഴ്സാണ് ചെയ്തിട്ടുള്ളത് ബാക്കിയെല്ലാം. അപ്പം അങ്ങനെ അല്ലാതെ കുറച്ചുകൂടെ ഇതേപോലെ എന്തെങ്കിലും പെർഫോം ചെയ്യാൻ പറ്റിയിട്ടുള്ള കുറച്ചൊരു ഫുൾ ഫ്ലെഡ്ജ് ആയിട്ടുള്ള കഥാപാത്രങ്ങൾ ചെയ്യണമെന്ന് തോന്നിയിട്ടുണ്ട്. ഇന്നതെന്നില്ല, അങ്ങനെ കുറച്ചൊരു എസ്റ്റാബ്ലിഷ് ആവാൻ വേണ്ടിയിട്ട്. ഈ ആക്ടിങ്ങിൽ ഇൻസ്പയർ ചെയ്തത് അമ്മയുടെ ആക്ടിങ് ആണോ? അല്ല, ഓഫ് കോഴ്സ് അല്ല. ബിക്കോസ് അവൾ എന്നെ കാണുന്നതാണല്ലോ. അപ്പൊ അവൾക്ക് എപ്പോഴും അവൾ വേറൊരു മൂവീസിൽ ഇപ്പം തമിഴ് കാണുമ്പോൾ അതിലൊരാളുണ്ട്, മലയാളത്തിലൊരാളുണ്ട്, അങ്ങനെ ഓരോരോ ആക്ടേഴ്സിനെ എനിക്കറിയാവുന്നതിനേക്കാളും ഡബിൾ ഇരട്ടി മറ്റ് ലാംഗ്വേജിലുള്ള ആക്ടേഴ്സിനെ അവൾക്ക് അറിയാം. അവൾ ഫോളോ ചെയ്യാറുണ്ട്, അവരുടെ സിനിമ അപ്ഡേഷൻ നടത്താറുണ്ട്, പാട്ടുകൾ പെട്ടെന്ന് പഠിക്കാറുണ്ട്. എനിക്കിതൊന്നും ഞാൻ ശ്രദ്ധിക്കാത്ത കാര്യങ്ങളാണ്. ഓഫ് കോഴ്സ് അവൾ ഒരുപാട് പേരെ അഡ്മയർ ചെയ്യുന്നുണ്ട്. എന്നാൽ ആരെയൊക്കെ കൂടുതൽ ഇപ്പം ഇന്ന ആളുടെ ആക്ടിങ് ആണ് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം എന്ന് തോന്നുന്നത് ആരെ? ഏത് ലാംഗ്വേജ്? മലയാളത്തിലാരാ? മലയാളത്തില് അമ്മ ഒഴിച്ച് പറയാം. മലയാളത്തിൽ എനിക്ക് ഫീമെയിൽ ആണോ മെയിലാണോ? ഫീമെയിൽ. ഓക്കെ, ഫീമെയിൽ മെയിലും പറഞ്ഞു. മെയിലാണെങ്കിൽ എനിക്ക് അയ്യോ വേറെ ലാംഗ്വേജ് പിടിക്കുന്ന കരുതിയത്. മലയാളം ചോദിച്ചോ പെട്ടെന്ന് തമിഴാണെങ്കിൽ എനിക്ക് വിജയാങ്കളുടെ ഇഷ്ടമാണ്. വിജയാങ്കളുടെ ആക്ടിങ് ഇഷ്ടമാണ്, വിക്രമങ്ങളുടെ ആക്ടിങ് ഇഷ്ടമാണ്, സൂര്യങ്ങളുടെ ആക്ടിങ് ഇഷ്ടമാണ്. കുറച്ച് എന്താ പറയുക, ഡെഡിക്കേറ്റഡ് ആയിട്ട് അഭിനയിക്കുന്നതുകൊണ്ട് എനിക്ക് അവരിഷ്ടമാണ്. പിന്നെ ഫീമെയിൽ ആണെങ്കിൽ എനിക്ക് സായി പല്ലവി ഭയങ്കര ഇഷ്ടമാണ്, നയൻതാരേനെ ഇഷ്ടമാണ്. അങ്ങനെ കുറച്ച് പേര്.
ഇനി ഇങ്ങനെ ഒരു ഇന്നാളുടെ കൂടെ സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളതാണ്. അന്നാത്തെ രജനീകാന്ത് സാറിനെ കണ്ടു, വിക്രം സാറിനെ കണ്ടു, സൂര്യ സാറിനെ കണ്ടു. ഇനിയിപ്പോ അടുത്ത് വിജയ് അദ്ദേഹത്തെ കാണാന്നുള്ളതാണ് ഇനി അടുത്ത ലക്ഷ്യം. പക്ഷെ അദ്ദേഹം acting നിർത്തി നോക്കുക. അങ്ങനെ കേൾക്കേണ്ട ഭയങ്കര സങ്കടമായിരുന്നു. ഇനിയിപ്പോ അറിയില്ല, മാറി ചിന്തിച്ച് വരികയാണെങ്കിൽ അവളൊരു കൈ നോക്കും. മാറിയാലോ എന്നൊക്കെ. എന്താണ് ഫാമിലി വിശേഷങ്ങളൊക്കെ? പറയൂ. ഫാമിലി നല്ല സന്തോഷത്തിൽ പോകുന്നു. വേറെ ഞാൻ എൻ്റെ വർക്കിൻ്റെ തിരക്ക്, അഞ്ജലി കൊച്ചിൻ്റെ തിരക്കും, അവൾ വർക്കിൻ്റെ തിരക്കും, അവനെ അവളുടെ വർക്കിൻ്റെ തിരക്കായിട്ട് പോകുന്നു. സഡൻലി എന്നെ ചോദിച്ചു, ചേട്ടൻ ഒരു മീറ്റിംഗിൽ നിന്ന് എന്നെ കൂട്ടിക്കൊണ്ട് വന്നതാണ്. അപ്പൊ ഇപ്പൊ ചെന്ത മുഴുവൻ ആ മീറ്റിംഗിൽ ഇപ്പൊ എന്തായിരിക്കും നടക്കുന്നുണ്ടാവുക? സാഹചര്യം ആലോചിച്ച് സത്യസന്ധമായിട്ട് അതാണ് ഞാൻ ആലോചിച്ചത്. അതെങ്ങനെ ചെയ്യും, അല്ല അവിടെ എങ്ങനെ കണക്ട് ചെയ്യുന്ന അതാണ് ആലോചിക്കുന്നത്. അതാണ് മുഖം കണ്ടറിയാം മീറ്റിംഗിൽ ഞാനൊരു ഇന്റർവ്യൂല് പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു. അതായത് ഇപ്പൊ ചേച്ചി ഷൂട്ടിന് പോകുന്ന സമയത്തൊക്കെ ബേബിയുടെ കാര്യങ്ങളൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് നോക്കുന്ന അത്രയും സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു ഹസ്ബൻഡാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പൊ അന്ന് സമയം ആള് കുറച്ചുകൂടി ചെറുതായിരുന്നല്ലോ. ഇപ്പൊ ഈ ഒരു പ്രായത്തിൽ കുറച്ചുകൂടി കുറുമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടോ ആൾക്ക്? അപ്പൊ അതെങ്ങനെയാ ഹാൻഡിൽ ചെയ്യുന്നത്? ഞാൻ അവളുടെ പ്രായത്തിലേക്ക് ഇറങ്ങി ചെന്ന് അവളോട് കളിക്കും. അതെ, അവളെന്തായാലും എൻ്റെ പ്രായത്തിലല്ല, അവളുടെ കൂടെ കളിച്ച് അവളുടെ കൂടെ ഇരിക്കും, ബുക്ക് വായിക്കണം, അവളെ കൂടെ ഇരുന്ന് വായിക്കും, പെയിന്റ് ചെയ്യും, ഇരിക്കും, എഴുതും, വരയ്ക്കും. അവൾ എന്നോട് അവൾ ഓക്കെയാണ്, എൻ്റെ അടുത്ത് അവൾക്കും ഹാപ്പിയാണ്. അതെ. എങ്ങനെയുണ്ട് ചേച്ചി റോള്? ചേച്ചി ആയിട്ടുള്ള എന്താ വിളിക്കും? ചേച്ചിന്ന് വിളിക്കും? ചേച്ചി അല്ലെങ്കിൽ ആവണി എല്ലാം ഉണ്ട് വിളി. രണ്ടു ഭയങ്കര പൊരിഞ്ഞടിയോ. പക്ഷെ ആ ഇതുവരെ സംസാരിച്ചിട്ടില്ല. തുടങ്ങിയ നിർത്തില്ല അല്ലേ? അതും നമസ്കാരം പറയാ, നമസ്തേ എന്ന് പറയും. നമ്മൾക്കൊരു ചാനലുണ്ട്. അപ്പൊ ഇവളിപ്പോ ഇതെല്ലാം കേട്ട് വന്നിട്ട് വെൽക്കം ടു, അതപ്പോ ഇപ്പൊ ഒരു രക്ഷയില്ല. അതായത് വെൽക്കം ടു 4A വ്ളോഗ്സ്, ഹായ് ഗൈസ് എന്നാ പറയാം. അപ്പം ഞാനിപ്പോ ബാത്റൂമിലൊക്കെ കൊണ്ടുപോവാണെങ്കിൽ വെൽക്കം ടു 4A വ്ളോഗ്സ് ഇൻ എ ബാത്റൂം, വെൽക്കം ടു 4A വ്ളോഗ്സ്. അപ്പൊ നമ്മുടെ ഓഫീസിൽ പോയാൽ ഇൻ ദ സ്റ്റുഡിയോ അല്ല ഓഫീസ്, ഇങ്ങനെ ഇപ്പൊ 4A മറ്റേ യൂട്യൂബ് ചാനൽ അവള് തന്നെ സെൽഫ് പ്രൊമോട്ട് ചെയ്തോണ്ടിരിക്കുകയാണ്. ആ ഒരു ഫീൽഡിലേക്ക് പോവാൻ ചാൻസ് ഉണ്ടോ? മേ ബി, കാരണം ഭയങ്കര എക്സ്പ്രഷൻസും ജസ്റ്റേഴ്സും ഒക്കെ ഭയങ്കര എക്സ്ട്രീമാണ്. ചെറിയ പ്രായം മുതലേ അവൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന കണ്ടു കഴിഞ്ഞാൽ ഞങ്ങളിങ്ങനെ ഇതൊക്കെ എവിടുന്ന് പഠിക്കണേ, അതെ ആയിരിക്കാം. പക്ഷെ എന്നാലും അതിന്റെ ചേട്ടൻ നവരസങ്ങളൊക്കെ പഠിപ്പിക്കാൻ നോക്കി. പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്ത് പെട്ടെന്ന് ഓരോ രസം ചോദിച്ചാൽ പെട്ടെന്ന് ടക് ടക് കാണിക്കും മുഖത്ത്. അപ്പൊ നമ്മൾ തന്നെ വിചാരിക്കും എന്തായാലും നമ്മളൊക്കെ ഈ ഒരു പാത്തിലായതുകൊണ്ട് മിക്കവാറും ഷീ മൈറ്റ് ബി ചൂസിങ് ദ പാത്ത്. പക്ഷെ നമ്മളെല്ലാം ഇവർക്കൊക്കെ വിട്ടുകൊടുത്തിരിക്കുകയാണ്. ഇപ്പൊ ഇവളെയും നമ്മൾ സ്ട്രെസ് ചെയ്തിട്ടില്ല. ഇവള് വലുതായതിനു ശേഷമാണ് അമ്മ എനിക്ക് എന്തെങ്കിലും ഒരു ഫിലിംസ് ഉണ്ടെങ്കിൽ പറയൂ. ചെറുപ്പത്തിൽ ഓക്കെ എനിക്ക് അങ്ങനെ ഓർമ്മയൊന്നുമില്ല ഞാൻ ചെയ്തത്, അമ്മയല്ലേ കൊണ്ടുപോയേ, എനിക്ക് ഐ വോണ്ട് ടു ചൂസ് ദാറ്റ്. ഓക്കെ ശരി. അങ്ങനെ അവളായിട്ട് തന്നെ ഓഡിഷൻസിന് പോയി, അവൾക്ക് കിട്ടി. അപ്പം അതേപോലെ അവളും ഇപ്പോൾ പറയുകയാണെങ്കിൽ ലെറ്റ് ഹർ ഗോ ടു ദാറ്റ് പാത്ത്. അല്ലെങ്കിൽ അവൾ പഠിക്കട്ടെ, എന്താ വെച്ചാൽ അവളുടെ ഇവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് നമ്മൾ ട്രാവൽ ചെയ്യുന്നത്. അങ്ങനെയൊന്നും ഇല്ല. അത് നവരസങ്ങൾ കാണിക്കോ? 1-2 കാണിക്കും. അത് ദേഷ്യപ്പെട്ട് നോക്കിയ ചേച്ചീനെ ഒന്ന്, ചേച്ചി ഓടട്ടെ. അതായത് ഒന്ന് അതെടുത്തു, ഒന്ന് ഇതെടുത്തു, മറ്റേതെടുത്തു, വീട്ടില് മൊത്തത്തില് ലഹളയാണ് ഏത് സമയം. അതായത് ചെറിയ കാര്യം മതി. അപ്പൊ ഇവള് പറയും എന്റെ അമ്മയാണേ ഞാൻ കൊണ്ടുപോവേ ഷൂട്ടിങ്ങിന് എന്നൊക്കെ പറഞ്ഞ് ചുമ്മാ ഇവളിങ്ങനെ ഇളക്കി പാമ്പർ ചെയ്തോണ്ടേ ഇരിക്കും. അപ്പൊ അവിടെ നിന്ന് ഓടി എൻ്റെ അടുത്ത് വരും. അങ്ങനെ അവളെ ഇറിറ്റേറ്റ് ചെയ്യലാണ് ഇവളുടെ പണി, ഇവളെ ഇറിറ്റേറ്റ് ചെയ്യലാണ് അവളുടെ പണി. അത് ചേച്ചിയുടെ മുടി പിടിച്ച് വലിക്കോ, ചേച്ചീനെ അടിക്കും, ഇടിക്കും. അല്ല അത് ഒന്ന് ചിരിക്കോ? വന്നപ്പോ ഭയങ്കര ഉറക്കാനുള്ള ടൈം ആയിട്ടുണ്ട്. ഉച്ച കഴിഞ്ഞൊരു ഉറക്കമുള്ളതാണ്. അതിന്റെ ഒരു ക്ഷീണത്തിലാണ്. വെറുതെ അല്ല. സാധാരണ ഇവിടെ വരുന്ന കുട്ടികളൊക്കെ ചിലപ്പോൾ നമ്മൾ ഈ ഒരു ടൈമിൽ ഇന്റർവ്യൂ എടുക്കുമ്പോൾ മിക്ക കുട്ടികളും കുറച്ച് കഴിയുമ്പോഴേക്കും ഉറങ്ങും. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അല്ല നല്ലോണം തരൂട്ടോ. ആദ്യമേ മനസ്സിലായില്ലേ? മിണ്ടാണ്ടിരിക്കണ കണ്ടപ്പോ ഞാൻ എന്താ ഇതൊന്നല്ല. ആ സൈലന്റ് അത് എക്സ്ട്രീം ആണ്, ഈ സൈലന്റ് അതിൽ എക്സ്ട്രീം ആണ്. നോക്കേ വേണ്ട, നല്ലോണം കുറച്ചും കൂടെ ഒന്ന് ഒരു ഇന്റർവ്യൂ 2 മണിക്കൂർ നീണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഓടാം.
അപ്പൊ നിങ്ങള് വീട്ടിലെങ്ങനെ വീട്ടിലെ ഏറ്റവും കൂടുതൽ ഇങ്ങനെ കൊടുക്കൽ വാങ്ങൽ ആര് തമ്മിലാ? എല്ലാവരും തമ്മിൽ കൊടുക്കൽ വാങ്ങലുണ്ട്. അടിയല്ല ഇതേപോലെ കൗണ്ടേഴ്സ് ഒക്കെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. പക്ഷെ കുറച്ചുകൂടി ചേട്ടനാന്ന് തോന്നുന്നു. 90% ഞങ്ങളിൽ അജയേട്ടനാണ്, കുട്ടികളിൽ ഇവളാണ്. മീൻസ് എപ്പോഴും ഭയങ്കരമായിട്ട് ഇങ്ങനെ ഓരോന്ന് പറയുകയും കൗണ്ടർ അടിക്കുകയൊക്കെ ചെയ്യുന്ന പിന്നെ ഇവര് തമ്മിലാണ്. ഞാൻ പിന്നെ മാറി കഴിഞ്ഞാൽ പിന്നെ ഇവര് തമ്മിലാണ് യുദ്ധം ഓരോ കാര്യത്തിനും. അതായത് ഇവളിങ്ങനെ ഇളക്കി വിടും, അപ്പൊ അവിടെ നിന്ന് തിരിച്ച് മറ്റേ തലയണയും കുഷനൊക്കെ എടുത്ത് അങ്ങോട്ട് ഇന്നലെ യുദ്ധമായിരുന്നു. എന്തിനായിരുന്നു? എറണാകുളം പാലക്കാട്. പാലക്കാട് അത് തിരുവല്ലാമലയാണ് സ്ഥലം. അപ്പൊ ഇവൾ എറണാകുളത്താണെന്നുള്ളത്. അപ്പൊ ഒബ്വിയസ്ലി ഇവിടുന്ന് കുഷൻ അറിയുമ്പം എറണാകുളത്ത് എറി എങ്ങനെയുണ്ട്, പാലക്കാട് എറി എങ്ങനെയുണ്ടെന്ന് പറഞ്ഞ് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞ് കളിക്കുക. രണ്ടും കൂടി ഇരുന്നിട്ട് യുദ്ധമാണ്. ഏത് സമയം ഒച്ചമ്പാളാണ്. കൂടുതലും പാവാരാ? 4 പേരിലാണോ? 4 പേരില് അതാന്ന് തോന്നുന്നു. പ്രായം ഏറ്റവും പാവം ഞാനാ. എനിക്ക് തോന്നുന്നില്ല. അതെ, ആദ്യമായിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോ സമ്മതിച്ചെന്നെ, ഇനി സമ്മതിക്കില്ല. പക്ഷെ ഇങ്ങനെ കൗണ്ടർ അടിക്കുന്ന ഇത് കേട്ടിട്ടാണോ ചേച്ചി വീണത്? ഈ കൗണ്ടറിലാണോ വീണത്? ഫ്ലാറ്റ് ആക്കിയത് അല്ലെ? കൗണ്ടർ വെച്ച് ഫ്ലാറ്റ് ആക്കിയതാണോ? വീണതിന്റെ വേദന ഇപ്പോഴും ഉണ്ടെന്ന് പറയുന്നുണ്ട്. വീണതിന്റെ വേദന ഇപ്പോഴും ഉണ്ട്. അത് കണ്ട കൗണ്ടർ അടിച്ചിട്ട് തന്നെ ആയിരിക്കാം. അന്ന് ആദ്യമായിട്ട് അടിച്ച് കൗണ്ടർ ചെയ്താ. ആദ്യമായിട്ട് അടിച്ച കൗണ്ടർ ആദ്യമായിട്ട് കൗണ്ടർ അടിച്ചത് എന്താണെന്നറിയോ? കണ്ട ഓർമ്മ എനിക്ക് ഓർമ്മ വന്നു. ഫേസ്ബുക്കിൽ എന്നെ കണ്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. 12 വർഷം മുമ്പ് എന്റെ ഓഡിഷന് എന്നെ തള്ളി കളഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. കൗണ്ടർ അടിച്ചാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്, ജാട കാണിക്കാൻ വേണ്ടിട്ട്. ഞാൻ ചെന്നൈ മറ്റേ ബാംഗ്ലൂരുള്ള സമയത്ത് ചെന്നൈയിലാണ് പഠിച്ചത്. അപ്പോൾ മോഡൽസിനെ അയക്കാൻ പറയുമ്പോൾ കോർഡിനേറ്റേഴ്സ് കംപ്ലീറ്റ് എല്ലാ മോഡൽസിനെ അയക്കും. സെലക്ട് ചെയ്യുമ്പോൾ അഞ്ജലി ഉണ്ടായിരുന്നു. അഞ്ജലി പോലെ വേറെ പല ആൾക്കാർ ഇപ്പോഴും ഇവിടെ ഉള്ള, അത് ഞാൻ പറയാം, എന്റെ ഭാര്യയോട് എനിക്ക് പറയാം, വേറെ ഒന്നും പറയാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ പലരെയും റിജക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ കേട്ടപ്പോ വിശ്വസിച്ചോ? ശരിക്കും റിജക്ട് ചെയ്തിട്ടുണ്ടാവും? എനിക്ക് ഓർമ്മയില്ല. എനിക്ക് ഓർമ്മയില്ല എന്റെ ഫോട്ടോസ് അങ്ങനെ ഒരാൾ തന്നോന്ന് എനിക്ക് ഓർമ്മയില്ല. ചിലപ്പോ ഉണ്ടാവും, കോർഡിനേറ്റേഴ്സ് ചിലപ്പോ കൊടുത്തിട്ടുണ്ടാവും. ശരി, ഓക്കെ. അങ്ങനെ തുടങ്ങിയ കോൺവെർസേഷൻ ആണ്. ഞാൻ ആഫ്രിക്കയിലായിരുന്നതുകൊണ്ട് വേറെ പണിയൊന്നും ഇല്ലാത്തത് കൊണ്ട് 3 മാസം അവിടെ പെട്ടു. ഒന്നും ചെയ്യാനില്ല. കോവിഡ് ടൈമില് ഫ്ലൈറ്റും കിട്ടുന്നില്ല, വീട്ടിലും പോകുമ്പോ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഒരു കോൺവെർസേഷൻ അങ്ങനെ തുടങ്ങിയതാണ്. അതായത് ഞങ്ങൾ ആഫ്രിക്കയിലായിരുന്നു. ഡയറക്ഷൻ ഫീൽഡ് ആണല്ലോ. അപ്പൊ സ്ക്രിപ്റ്റ് റൈറ്റിംഗില് ഇങ്ങനെ ഡിസ്കഷൻസ് വന്നപ്പം ഞാൻ പറഞ്ഞു എനിക്കൊന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞപ്പോ എന്റെ അടുത്ത് പറഞ്ഞു സ്ക്രിപ്റ്റ് എഴുതാൻ കൂടെ. അങ്ങനെ ഞാൻ അവിടെ ഇരുന്ന് സ്ക്രിപ്റ്റ് എഴുതി, മൂപ്പര് ഇവിടെ സ്ക്രിപ്റ്റ് എഴുതി. എന്നിട്ട് അത് ഫിലിം ആക്കാൻ വേണ്ടിയിട്ടുള്ള ഇതിലാണ്, തയ്യാറെടുപ്പിലാണ്. ആവണിക്ക് അങ്ങനെ എന്തെങ്കിലും ആക്ടിങ് മാത്രമാണോ ഇപ്പൊ നിലവിൽ ഇഷ്ടം, അല്ലെങ്കിൽ ഇങ്ങനെ പ്ലാൻസ് ഉണ്ടോ? കാരണം ഇപ്പം ഡയറക്ടർ ഫീൽഡിലുള്ള ആൾക്കാരുണ്ട്. പല പല പ്ലാൻസ് ആട്ടോ. അത് ഇവള് പറയുമെന്ന് എനിക്കറിയില്ല. പല പല പ്ലാൻസ് എന്റെ ചെവിയിലോന്ന് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിങ്ങനെ. എനിക്ക് ആക്ടിങ് ചെയ്യണം എന്നാണ് ആഗ്രഹം. എനിക്ക് ബിസിനസ് ഓൺട്രപ്രണർ ആവാൻ ആഗ്രഹമുണ്ട്. എന്നിട്ട് ഒരു ദിവസം എന്നെ വിളിക്കുക, ഞാൻ എവിടെ ഷൂട്ടിൽ നിൽക്കുകയാണ്. അമ്മേ ഞാനേ എന്ന് പറയും, എനിക്ക് അത് ചെയ്യണം, ഇത് ചെയ്യണം, മറ്റേ ക്ലേ വെച്ച് അതുണ്ടാക്കി അത് ബിസിനസ് ചെയ്യണം, മറ്റേ പോട്ട്സ് ഉണ്ടാക്കണം, ഓരോന്നും ഇങ്ങനെ ഐഡിയ വരിക. അപ്പോൾ കൂടെ ഒരു ഫ്രണ്ട് ഉണ്ട് തൊട്ടടുത്ത വീട്ടിൽ, അയരൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇവർ രണ്ടുപേരോട് എന്നെ വിളിക്കുകയാണ്, അമ്മേ ഞാൻ വീട്ടിന് മുമ്പിൽ നാരങ്ങ വെള്ളം സെറ്റ് ചെയ്യാൻ പോകും. എന്റെ പുതിയ ബിസിനസ്സാണ്. ദാഹിച്ചു വരുന്നവർക്ക് നാരങ്ങ വെള്ളം, ഇനി ദാഹിച്ചു വരുന്നവർക്ക് വെള്ളം ഓക്കെ, നാരങ്ങ വെള്ളം നീ കൊടുത്തോ, അത് നീ ബിസിനസ് ആക്കി അത് എങ്ങനെ ശരിയാവണേ. അപ്പൊ ദാഹിച്ചു വരുന്നവർക്ക് നീ വെള്ളം കൊടുത്തു നന്മ പ്രവർത്തി ആവില്ല, അത് ബിസിനസ് അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞു. എന്നിട്ട് നമുക്കത് മീൻസ് എന്തെങ്കിലും ചെയ്യണം. ഇവക്ക് വെക്കേഷൻ ആണ്, എനിക്ക് ബിസിനസ് ചെയ്യണം. വെക്കേഷന് 30 രൂപയ്ക്ക് എറണാകുളത്ത് നാരങ്ങ. അപ്പൊ ഇങ്ങനെ ഓരോ ദിവസം ഓരോ കാര്യങ്ങളാ. ഇന്ന് രാവിലെ ഇങ്ങനെ ഇരുന്ന കുറെ യൂട്യൂബിൽ ഇരുന്നിട്ട് കുറെ കൊച്ചു പിള്ളേര് 13 വയസ്സ് 14 വയസ്സുള്ളവര് സംരംഭം പുതിയ ബിസിനസ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് എത്ര 100 കോടി ഒരു കുട്ടി 13 വയസ്സിൽ നേടി. മറ്റേ കുട്ടി ഇത് അമ്മേ എനിക്ക് വിശക്കുന്നുണ്ട് പക്ഷെ എനിക്ക് ബിസിനസ് ചെയ്യണം. അങ്ങനെ ഭയങ്കര മേ ബി ഞങ്ങൾ രണ്ടുപേരും ബിസിനസ് ചെയ്യുന്നുണ്ട്, ആക്ടിങ്ങും ഡയറക്ഷനും അല്ലാതെ.
ഞാൻ ഗിഫ്റ്റിങ്ങിന്റെ ബിസിനസ്സും ആഡ് പ്രൊഡക്ഷൻ അങ്ങനെ ആ ഒരു ബിസിനസ്സും ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഇങ്ങനെ കണ്ടിട്ടായിരിക്കാം കോൾ വരുന്നു, മീറ്റിംഗ്സ് വരുന്നു എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ബിസിനസ് ചെയ്യണം എന്നിട്ട് ഭയങ്കര ബഹളമാണ്. അതാണ് പ്ലാൻസ് ആക്ച്വലി. കഴിഞ്ഞ വർഷം വരെ വേറെ ആയിരുന്നില്ലേ എന്തോ ഡെയിലി ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. എന്തെങ്കിലും ചെയ്യണം. അപ്പൊ എന്താണ് അപ്ലൈ ചെയ്ത് എന്താ പ്രാക്ടിക്കലി ആവുക എന്നറിയാത്തത് കൊണ്ട് എനിക്ക് ഈ അടുത്ത ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് എനിക്കൊരു എന്താ വള ഉണ്ടാക്കുന്ന എന്തോ സാധനങ്ങൾ പറഞ്ഞു. അമ്മേ ചുറ്റി ചുറ്റി വള ഉണ്ടാക്കി തരാം, അത് നമുക്ക് വിൽക്കാം അമ്മേ. ഒരു വളക്ക് 30 രൂപ. നല്ലതാണ് അങ്ങനത്തെ ഒരു ബിസിനസ് മൈൻഡ് നല്ലതായതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങനെ സപ്പോർട്ട് ചെയ്തു. എന്നാലും ശരിക്കും എന്ത് ബിസിനസ് ചെയ്യാൻ ആഗ്രഹം? എനിക്ക് ബേക്കിംഗ് ഭയങ്കര ഇഷ്ടം, പക്ഷെ അറിയില്ല. പക്ഷെ എനിക്ക് ഇഷ്ടമാണ് പഠിക്കാലോ. പഠിക്കാൻ. എനിക്ക് കേക്ക് ഉണ്ടാക്കാൻ ഇഷ്ടം, കേക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ ഇഷ്ടം, കപ്പ് കേക്ക്സ് ഒക്കെ ഉണ്ടാക്കാൻ ഇഷ്ടമാണ്, കഴിക്കാൻ ഇഷ്ടമാണ്. കഴിക്കാൻ ഇഷ്ടമാണ്. കഴിക്കാനും ഫുഡിയാണോ ആവണി? ആണ്. കണ്ടാ പറയില്ല എന്നേ. അമ്മ കുക്ക് ചെയ്യോ? ഞാൻ അങ്ങനെ കുക്ക് ചെയ്യാറില്ല. എൻ്റെ അമ്മ വീട്ടിലുണ്ട്. അപ്പൊ ഞാൻ ഫുൾ ടൈം ഒന്നെങ്കിൽ ഇവരുടെ കൂടെ, അല്ലെങ്കിൽ ഞാൻ ചേട്ടൻ്റെ കൂടെ ഓഫീസിൽ പോകും, അല്ലെങ്കിൽ ഞാൻ പുറത്തു പോകും, മീറ്റിങ്ങിന് പോകും, ബിസിനസിന്റെ കാര്യം നോക്കും. അല്ലെങ്കിൽ എൻ്റെ ഫോണിൽ തന്നെ ഞാൻ എന്തെങ്കിലും ഈ അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ എങ്ങനെ ഇരിക്കും. അമ്മ വീട്ടിലുള്ളത് കൊണ്ട് എല്ലാവർക്കും 3 നേരം ഭക്ഷണം കിട്ടും. അതുകൊണ്ട് സേഫ് സോണാണ്. അങ്ങനെയാണെങ്കിൽ എപ്പോഴെങ്കിലും ചേച്ചി ഉണ്ടാക്കി തന്നിട്ടുള്ളൊരു ഫേവറേറ്റ് ഫുഡ് ഉണ്ടോ? പെട്ടെന്ന് കണ്ടു പറയാല്ല. എപ്പോഴും ഉണ്ടാക്കുമ്പോഴാണ് സംശയം ഏതായിരിക്കും. അതേതാ ഏറ്റവും ഇഷ്ടപ്പെട്ട? ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ട്, സാമ്പാർ ഉണ്ടാക്കിയിട്ടുണ്ട്, പിന്നെ ഉള്ളിക്കറി ഉണ്ടാക്കിയിട്ടുണ്ട് ചപ്പാത്തിയുടെ കൂടെ. ഓംലെറ്റ് അടിപൊളിയല്ലേ? പപ്പടം അടിപൊളിയായിരുന്നു. അച്ചാർ തിരിച്ച് ചേട്ടൻ കുക്ക് ചെയ്യാറുണ്ടോ? ഞാൻ കുക്ക് ചെയ്യാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പരിപാടി കുക്കിംഗ്. ചേട്ടൻ കുക്ക് ചെയ്തതിൽ ഏറ്റവും ഇഷ്ടം? കുക്ക് ചെയ്യാറുണ്ട്, കുക്ക് ചെയ്യാറുണ്ട് കേട്ടോ. അതിനിപ്പോ ഞാൻ കുക്ക് ചെയ്യാൻ കയറിയാലും 90% അവിടെ ആയിരിക്കും പണി. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കുക്കിംഗ്. ഇഷ്ടമുള്ളത് അവരുടെ ബിബിക്യൂ. ചേച്ചിക്ക് ഏതാ ഇഷ്ടപ്പെട്ടെ? എനിക്കിഷ്ടം മീനുകൾ, നല്ല ഫിഷ് ഫ്രൈ ഒക്കെ നന്നായിട്ട് ചെയ്ത് കൊണ്ടുവരും. അപ്പൊ ഒരു ഹോട്ടൽ ബിസിനസ്സിനുള്ള ഒരു സാധ്യത ഞാൻ കാണും. താല്പര്യമില്ല. ഞാൻ കുക്കായിട്ട് നിൽക്കട്ടെ, തലക്കെട്ടൊക്കെ വേണ്ടോ അല്ലേ? ഒരു അങ്ങനത്തെ പ്ലാൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. തന്നെ കുക്ക് ചെയ്യാനല്ല, അങ്ങനെ ഒരാളെ വെച്ച് ചെയ്യണം എന്നുള്ള ഈവനിങ് കാഫേ ഒക്കെ തുടങ്ങി. അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. ഭക്ഷണം കഴിക്കണം, പണിയെടുക്കാൻ. ഞാനൊരു ചെറിയ ചലഞ്ച് തരാം. ഇഷ്ടമാണ്. ഓക്കെ, ടാസ്ക് എന്താന്ന് വെച്ചാൽ ആക്ടിങ് ക്വീൻസ് ഒക്കെ അല്ലേ ഇവിടെ ഇരിക്കണ്ടേ, നമുക്ക് ഇവർക്ക് കുറച്ച് എക്സ്പ്രഷൻ ചാലഞ്ച് കൊടുക്കാം. ചേട്ടൻ ചെയ്യണോ? അതായിരിക്കും നല്ലത്. നമ്മളൊക്കെ ചെയ്ത അതത്ര ഏക്കില്ല. ചേട്ടനും ചെയ്തോട്ടെ. ഞാനും കൂടെ ചെയ്യാം. അതെ, ചെയ്തോ. എല്ലാരും കാണിക്കണം. ഇല്ല, ചേട്ടൻ മാത്രം കാണിക്കും. ചേട്ടൻ ഇന്ന് സ്റ്റാർട്ട് ചെയ്യും. അതെ, അവിടെ തുടങ്ങിയോ? കൊച്ചു കുട്ടികളിൽ നിന്നാണല്ലോ തുടങ്ങേണ്ടത്. സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ശൃംഗാരം. ശൃംഗാരം മലയാളം കുട്ടിക്ക് കഷ്ടമാണ്. ശൃംഗാരത്തിന്റെ ഇംഗ്ലീഷ് സിംഗപ്പൂർ. ശൃംഗാരം കുട്ടി കാണിക്കും. അപ്പൊ അവളതുപോലെ കാണിക്കും. അത് കാണിച്ചോട്ടെ, നോക്കണമല്ലോ, അറിയാം. ശൃംഗാരം ആണോ ശൃംഗാരം? ആണോ? അമ്മ പറയുവാണോ? ആക്ച്വലി അത്ര ശരിയായില്ല, എന്നാലും കുഴപ്പമില്ല. എങ്ങനെ അമ്മ കാണിച്ചെടുക്കും? 3 ശൃംഗാരം കഴിയും. അതിൽ 3 ഏത് ശൃംഗാരം കൊള്ളാന്ന് പറയാം. നവരസൊന്നും കാണിച്ച് പരിചയമില്ല. എന്തെങ്കിലുമൊക്കെ രസം കാണിക്കുമ്പോ അതൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട്. അതെ, ആരും ഉണ്ടാക്കി തന്ന രസമൊക്കെ കഴിച്ചത് ഇതേ ഉള്ളൂ. ശൃംഗാരം കിട്ടിയോ കിട്ടിയോ? സൈഡായി പോയി. അതാ നേരെ കാണിക്കണേ. അത് ഇഷ്ടംപോലെ ഉണ്ട്. ദേഷ്യം അതടിച്ചേട്ടെ, ഞാൻ പറഞ്ഞുതരാം. അടുത്ത ഞാൻ പഠിപ്പിച്ചു ടാസ്ക് അടുത്തത്. അടുത്ത് തരട്ടെ. കാണിച്ചില്ല. ഞാനവിടെ പഠിപ്പിക്കുന്ന നമ്മളെ കരുണം. തുടങ്ങിക്കോ. കരുണം എന്ന് പറയുമ്പോ എനിക്ക് ആ കുറച്ചു കരുണം കാണിക്കാൻ തോന്നുന്നില്ല. നോക്കിട്ട് എനിക്ക് കരുണം വരുന്നില്ല. കരുണം കാണിച്ചു. എല്ലാ എക്സ്പ്രഷൻസും ഇവിടെ നിന്ന് വരുന്നതായിരുന്നു നല്ലത്. അപ്പൊ ഇന്റർവ്യൂ പെട്ടെന്ന് തീരുകയും ചെയ്യും. പുതിയ അനുഭവമാണ്. ചെയ്തോട്ടെ കരുണം. ഞാൻ എന്റെ കരുണമൊക്കെ സിനിമാക്കാരെ കണ്ട് മടുത്തിട്ടുണ്ട്. എന്നോട് ഉപദ്രവിക്കരുത്. അടുത്ത് പറട്ടെ. കാണിച്ചില്ല.
വിട്ടില്ല. കാണിച്ചിട്ടേ വിടുള്ളൂ. കരുണ അത് അതെ. ഓക്കെ. ആ കോപം കാണിച്ചു എവിടെ? ഇങ്ങനെ ചിരിപ്പിച്ച് എങ്ങനെ കുളി ചെയ്യും? ഓക്കെ, അടുത്തത് വീരം. ആവണി. നാട് വീരം. ബാഹുബലിയില് വീരം കാണിച്ച് ബട്ടൺസ് പൊട്ടരുത്. വീരം കാണിക്കും. കോൺസെൻട്രേഷൻ. ആ ഓക്കെ, വീരം. ഇത് മറ്റേ റാമ്പിൽ ലാസ്റ്റ് ഒരു പ്രൗഡ് മൂമെന്റ്. എങ്ങനെയാണ് നിൽക്കുക? റെഡി? എനിക്ക് കൊച്ചു ഒന്ന് സൈഡിലേക്ക് ഇരിക്കും. എല്ലാം ഒരുമിച്ച് കാണിച്ചിട്ട് ഇപ്പുറത്തേക്ക് വന്നു. വീരം. വീരം കാണിച്ചു കണ്ടില്ലേ? ഇത് വട്ടം പൊട്ടി പോവും. മഴയെ പിടിച്ചിട്ട് അകത്തോട്ട് വലിച്ചു പിടിച്ചേക്കാ വിട്ടപ്പോ. രൗദ്രം. രൗദ്രം ഇത് അല മറ്റേ ഒന്ന് പെരേര കാണിച്ചു. ഞാൻ ചിരിച്ചത് വേറെ വീഡിയോ കണ്ട് ഞാൻ ചിരിച്ചിട്ട് അത്രയും വീഡിയോ ആളുകൾ ചിരിച്ചോളും. കമ്പയർ ചെയ്തപ്പോ രണ്ടുപേരും അടുത്തടുത്തിട്ട് ചിരിപ്പിക്കുന്നു. ഈ ദേഷ്യം വരുന്നില്ല ഇപ്പൊ, ഇതൊക്കെ കഴിഞ്ഞ് ശരിയൊക്കെ കഴിഞ്ഞിട്ടും. രൗദ്രത്തിന് ദേഷ്യം. അത് കാണിച്ചോ, ദേഷ്യം കാണിച്ചോ. ചേച്ചി നോക്ക്, ദേഷ്യം കാണിക്കേ. ചിരിക്കുന്നുണ്ട് ഭാഗ്യം. ഓക്കെ, ഇനി അടുത്ത വേറെ. ഹാസ്യം. കഴിഞ്ഞില്ലേ? ഓക്കെ, ഭയാനകം. ഭയാന എന്നെ നോക്കി പിടിക്കുന്നു. അമ്മേ, എന്നെ കളിയാക്കല്ലേ? കിട്ടിയില്ലേ? ഇല്ല. ഇതെന്താ? ഓ, സമാധാനം. ഭയാനകം, ഭയപ്പെടണം, പേടിക്കണം. എന്നെ ഒരു കോമഡി പീസ് ആക്കരുത്. ഇല്ല. ഇതിലെവിടെ പേടി? ഇതൊക്കെ വരണം. എന്താണെന്നറിയോ, ഞാൻ മനസ്സിലാക്കി അഭിനയം ഞാൻ പറഞ്ഞു കൊടുക്കുന്നതുകൊണ്ടാണ്. എനിക്ക് അഭിനയിക്കാന്ന് അറിയില്ല. എന്നാലും ഞാൻ ഫ്രണ്ടിൽ നിന്ന് നമ്മള് മറ്റേ ആഡിലും ഇതിനൊക്കെ നിൽക്കുന്ന ആൾക്കാർക്ക് പറയുമ്പോൾ അവർക്ക് ഒരു 10 മിനിറ്റ് ഞാൻ കൊടുക്കും. ഇതാണ് നമ്മുടെ സീന്, അപ്പൊ നിങ്ങളൊന്ന് പ്രിപ്പയർ ആയിട്ട് വരാം. അപ്പൊ അവർ ആ ഉള്ളിൽ ആ സാധനം കിട്ടുമ്പോഴേ വരുള്ളൂ. ഇവിടെ അതെ, അങ്ങനെ വരില്ല. നമ്മൾ ആവണിക്ക് ഒരു ചെറിയൊരു ടാസ്ക് കൊടുക്കാം. നമ്മള് ആവണിയുടെ ഫിനിക്സിന്റെ ആക്ടിംഗ് ഒക്കെ കണ്ട് പേടിച്ച് അല്ലേ, ശരിക്കും നമ്മളിങ്ങനെ ഞെട്ടി ഇരുന്ന കുറെ സീൻസ് ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ പോലെ എന്തെങ്കിലും ഒരു ചെറിയൊരു സാധനം ചെയ്താൽ മതി. ഫ്രെഡി എപ്പോഴാ എന്നെ കാണാൻ വരുന്നേ? പറ ജോൺ, എപ്പോഴാ എന്നെ ഫ്രെഡി കാണാൻ വരുന്നേ? എപ്പോഴാ എന്നെ ഫ്രെഡി കാണാൻ? എന്താ കണ്ണാടിയാ? അതൊന്ന് പേടിപ്പിക്കാണ്. സ്വന്തം കണ്ണാടി, വില കൂടി കണ്ണാടി എടുത്ത് വലിച്ചെറിയാൻ കൊച്ചെടുത്ത പോലും പറയുന്ന കണ്ണാടി എടുത്ത് വലിച്ചെറിയാൻ സാധനം കാണുന്നില്ല. ഞാനേ ആക്ടിങ്ങിൽ ഇങ്ങനെ മുഴുകിയിരിക്കായിരുന്നു. അപ്പൊ ഇവിടെ കൂടെ ഒരു സാധനം വന്നത് കണ്ടില്ല.